ടോമിച്ചാനോട്. എനിക്ക് മനസ്സിലാവാൻ അതായത് ടോമിച്ചായ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നമ്മൾ ദൈവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് റിവീൽ ചെയ്യപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ പറയുള്ളൂ. അതിന് മുകളിലേക്ക് പറയാനായിട്ടുള്ള അറിവ് നമുക്കില്ല. ഇത് ഊഹിച്ച് കണ്ടുപിടിക്കുന്നതോ ഊഹാപോഹങ്ങളിലൂടെ ചിന്തിച്ച് മനുഷ്യൻ പിന്നെ മലയുടെ മുകളിലോ മരത്തിന്റെ ഓട്ടോ ഇരുന്ന് കണ്ടുപിടിക്കുന്നതല്ല. നമുക്ക് റിവീൽ ചെയ്യപ്പെട്ട് കിട്ടിയ സത്യം മാത്രമാണ് നമ്മൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഇതുവരെ റിവീൽ ചെയ്ത് കിട്ടിയത് അടിസ്ഥാനത്തിൽ ദൈവം എന്ന് പറയുന്നത് ദൈവം എന്നത് സ്നേഹമാണെന്നാണ് ഞങ്ങൾക്ക് റിവീൽ ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അത് സ്നേഹമാണെന്ന് പറയാൻ കാരണം ഇതൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതൊരു റിലേഷൻഷിപ്പാണ്. ഇത് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവം സ്നേഹം കൊടുക്കുന്നു, ദൈവം സ്നേഹം തരുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, സ്നേഹിക്കപ്പെടുന്നവനാണെന്നൊക്കെ പറയായിരുന്നു. ഈ റിലേഷൻഷിപ്പ് എന്നാണ് കർത്താവ് ഈശോ മിശിഹാ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിൽ പുത്രനായ ദൈവം, അതായത് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇതിനകത്ത് വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ദൈവത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് ഒരു റിലേഷൻഷിപ്പാണ്. അത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരിക്കുന്നു. ഇതിനകത്ത് പുത്രനായ ദൈവം മനുഷ്യനായി നമ്മളുടെ ഇടയിൽ ജീവിച്ചു, നമ്മളെ ഉദ്ധരിച്ചു, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. അവന് നമ്മൾ യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈശോ മിശിഹാ എന്ന് വിളിച്ചു. ഇത്രയും നമുക്ക് അറിവുള്ളൂ. അറിയാവുന്നതാണ് പറയും. ഓക്കെ. എന്റെ ചോദ്യം നിങ്ങൾ പറഞ്ഞിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരുന്നു. ഞാൻ ചോദിച്ചത്, അങ്ങനെയെങ്കിൽ യേശു ജനിക്കുന്നതിന് മുൻപ് യേശുവിന്റെ സത്യം അവിടെ ഉണ്ടാകാൻ കഴിയില്ലല്ലോ. അപ്പൊ അന്നേരം ദ്വിത്വമായിരുന്നോ? അന്നേരം ത്രിത്വം ഇല്ലായിരുന്നല്ലോ എന്നല്ല പറഞ്ഞു കഴിയട്ടെ എന്നായിരുന്നു എന്റെ ചോദ്യം. ഇനി നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് റിവീൽ ചെയ്ത് കിട്ടിയതാണ്. എവിടുന്ന് റിവീൽ ചെയ്ത് കിട്ടി? ആർക്ക് റിവീൽ ചെയ്ത് കിട്ടി? എന്താണ് റെവലേഷൻ എന്ന് പറഞ്ഞാൽ? കാരണം ഞാൻ പറഞ്ഞു കഴിയട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് അറിവ് കിട്ടാനായിട്ട് പ്രധാനമായിട്ടും രണ്ടും തരത്തിലാണ് പറയുന്നത്. അതായത് ഒന്ന് ട്യൂഷൻ, മറ്റൊന്ന് ഇൻട്യൂഷൻ. ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് പുസ്തകവും ഒക്കെ എടുത്ത് വെച്ച് വായിക്കുക, റിസർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് ട്യൂഷൻ പറഞ്ഞത്. ഇൻട്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമില്ല. ആർക്കോ തലയിൽ എന്തോ ഒരു തോന്നുന്നു, അപ്പം പുള്ളിക്ക് തോന്നുന്നു ഇത് എന്നോട് ദൈവം പറഞ്ഞതാണെന്ന് തോന്നുന്നു, അത് ഇൻട്യൂഷൻ. അപ്പൊ മുഹമ്മദൊക്കെ പോയത്, മുഹമ്മദിനൊക്കെ കിട്ടിയത് ഇൻട്യൂഷൻ ആണെന്ന് പറയുന്നത് തന്നെയാണ്. ഈ യോഹനാനൊക്കെ കിട്ടിയെന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരു മാനസിക രോഗത്തിന്റെ വിഭ്രാന്തിയിൽ നിന്ന് തോന്നുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഈ ഇൻട്യൂഷൻ നിങ്ങൾ സംസാരിക്കുന്ന അത്രയും സമയം ഞാൻ മിണ്ടാതെ കിട്ടുന്നു. വായി തോന്നിയതെല്ലാം വിളിച്ചു പറയാനൊന്നും അല്ല. എന്നാ പിന്നെ എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബൈ. എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് പറഞ്ഞോളാം, എനിക്ക് ഓക്കെയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ആളെ ഓക്കെ. അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് എനിക്ക് ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ള രീതിയിൽ നിന്ന് ഒരു കാര്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ മാനസിക രോഗമാണ്. അല്ലാതെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ദൈവം എവിടെയും വന്നിട്ട് ഇങ്ങോട്ട് വാടാ യോഹനാനെ ഇങ്ങ് വാ, നിനക്ക് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ്. എവിടുന്ന് വെളിപ്പെട്ടു? ആരോ ഒരാളോട് പറഞ്ഞു. ഇനി യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പറയുന്നത് ഇടയ്ക്കെന്ന് പറഞ്ഞിരുന്നു. യേശുക്രിസ്തു ആരോട് എന്തെങ്കിലും പറഞ്ഞായിട്ട് നിങ്ങൾക്ക് അറിയാമോ? എന്റെ അറിവിൽ ഇല്ല. കാരണം യേശു എന്ന് പറയുന്ന ആള് മരിച്ചിട്ട് ഏത് AD 33-36 കാലഘട്ടത്തിലാണ് മരിച്ചതെന്ന് കരുതപ്പെടുന്നു. അതും കഴിഞ്ഞിട്ടൊരു 35 വർഷത്തിന് ശേഷമാണ് ആദ്യത്തെ സുവിശേഷം എഴുതുന്നത് പോലും, അല്ലെ? മർക്കോസിന്റെ സുവിശേഷമാണ് എഴുതി. ഈ എഴുതിയ മർക്കോസ് ആരാണെന്ന് യേശുവിന് അറിയാമോ? മർക്കോസിന് യേശു ആരാണെന്ന് അറിയാമോ? രണ്ടുപേരും അറിയാൻ സാധ്യതയില്ല. കാരണം മർക്കോസ് യേശുവിന്റെ ശിഷ്യന്റെ കൂട്ടത്തിലുള്ളതല്ല. ഇനി അത് കേട്ട് എഴുതിയാണ് ലൂക്ക. ലൂക്ക ആരാണെന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ലൂക്ക പൗലോസിന്റെ കൂടെ നടന്നതാണ്. പൗലോസ് പോലും യേശുവിനെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയണ്ടല്ലോ. ഇത് സ്ഥിരം ഡയലോഗ്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അതായത് ഇപ്പൊ നമ്മൾ എവിടെ ഇപ്പൊ ഭ്രാന്താണോ? ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കട്ടെ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ ടോമി. വെച്ച് ഈ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഇത് നമ്മൾ ഇതിൽ ആക്ച്വൽ ക്വസ്റ്റ്യൻ അല്ലേ പുള്ളി ചോദിക്കുന്നത്. ഇതിനകത്ത് എന്താ പേടിക്കാനുള്ളത്? ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം. ഇവിടെ എന്തായാലും യേശു ക്രിസ്തുവിനെ തൂക്കും വരും, 100% ഉറപ്പാണ്. തെറിവിളി വരെ എത്തും. അപ്പം അതിനായിട്ട് ഓക്കെ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈശോ മിശിഹാ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരുന്നു. യെസ്, അയാളെ പറ്റി അയാൾ ഒരു സ്ത്രീ പ്രസവിച്ചതാണ്. അദ്ദേഹം കുറെ കാര്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ കടന്ന് താൻ ദൈവമാണെന്ന് പറയുകയും അവരുടെ ജീവിക്കുകയും ആ ക്ലെയിം ചെയ്തതിന് കൊല്ലപ്പെടുകയും ഉയർത്തെഴുന്നേറ്റ് ഇത് വിറ്റ്നസ് ചെയ്ത ശിഷ്യന്മാരാണ്. അവർ ഈ വിശ്വാസ സത്യത്തിന് വേണ്ടി ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും അവരുടെ ജീവൻ തന്നെ ബലി കഴിച്ച് ഇത് മൂല്യമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്ക് മുന്നേ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കണ്ട് ബോധ്യപ്പെട്ട് ഇവര് പ്രചരിപ്പിച്ച കാര്യമാണ് ഞങ്ങളിലേക്ക് എത്തിയത്. ഞങ്ങളത് പിന്നെ അവർ കുറെ കാര്യങ്ങൾ അവർ വഴിയായിട്ട് പ്രചരിപ്പിച്ചു. പിന്നീട് എഴുതേണ്ട സാഹചര്യം വന്നപ്പോൾ, അതൊരു കമ്പൽഷൻ അല്ല,
എന്തുകൊണ്ടാണ് ഓരോ സുവിശേഷങ്ങൾ എഴുതിയ സാഹചര്യം, ആ സാഹചര്യം വന്നതുകൊണ്ട് അവരത് എഴുതി. ആ എഴുതിയത് നല്ലതെന്ന് കണ്ടു, സഭ അതെടുത്തു, പ്രചരിപ്പിക്കുന്നു, വായിക്കുന്നു. ഇന്ന് ടോമിയും വായിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് ആരുടെയും ഭ്രാന്തല്ല, ഇതൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. ഇതൊരു വിശ്വാസ സത്യമാണ്, ഇത് ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിത് പഠിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, തലമുറകളോടും കൈമാറുന്നു. ഇനി എന്റെ ഊഴമാണോ ഒത്തിരി നീട്ടി പിടിക്കാതെ നമ്മളിങ്ങനെ ഒരു മണ്ണായിട്ട് പെട്ടെന്ന് ഉത്തരം പറഞ്ഞ രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കാരുത്. ഓക്കെ. ഞാൻ നിങ്ങൾ മുമ്പേ പറഞ്ഞതിന് ഞാൻ കുറെ കാര്യങ്ങൾ ഒരു 5-6 പോയിന്റ് പറഞ്ഞു. അതിലൊന്നും നിങ്ങൾ തൊട്ടില്ല. നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞത് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു. അതിനകത്തൊരു കാര്യമുണ്ട്, യേശുവും ക്രിസ്തുവും രണ്ടും ഒന്നല്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈശോ മിശിഹ എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ല. യേശു എന്നുള്ള ഒരാളുടെ പേരും മെസ്സിഹ എന്നുള്ളത് ഒരു ടൈറ്റിലാണ്. അതായത് അഭിഷിക്തൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ. അപ്പം ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഞാനെന്ന് പറഞ്ഞ ഒരാൾ വന്നിരിക്കാം. പക്ഷെ ബൈബിളിൽ പറയുന്ന പോലെ കന്യക ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി പിന്നെ 5,000 പേർക്കും വെള്ളത്തിന് മീതെ നടക്കുകയും അത്ഭുതങ്ങൾ കാണിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും മരിച്ചവർക്ക് ഉയർത്തെഴുന്നേറ്റ് വരികയും ചെയ്ത ആളെയാണ് ഈ ക്രിസ്തു എന്ന് പറയുന്നതെങ്കിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ബൈബിളിന് വെളിയിൽ ഒരിടത്തുമില്ല. ഇനി ബൈബിളിൽ പോലും അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നത് 60 കാലഘട്ടത്തിന് ശേഷം മാത്രമാണ്. അതായത് ആദ്യത്തെ ലേഖനങ്ങളിലൊന്നും ഈ പൗലോസ് ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യം പോലും പുള്ളി അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഗലാത്യർക്കുള്ള ലേഖനങ്ങൾക്കകത്തൊന്നും എഴുതിയിട്ടില്ല. പുള്ളി ആദ്യമൊക്കെ പറയുന്നത് അവൻ പോയതുപോലെ നമ്മളെ വീണ്ടും വിളിക്കാൻ വരും എന്നാണ് പറഞ്ഞത്. യേശു ഉയർത്തെഴുന്നേറ്റും മരിച്ചിട്ട് ഉയർത്തെഴും എന്നുള്ള കഥ പോലും പിന്നീടാണ് വരുന്നത്. എന്തായാലും ശരി, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത് വാമൊഴിയായിട്ട് പ്രചരിപ്പിച്ചു. ഈ വാമൊഴിയായിട്ട് പ്രചരിപ്പിച്ചാലും മരമൊഴിയായിട്ട് വാമൊഴിയായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരാൾ പറയുന്നത് കേൾക്കുന്നത് അതേപടിയല്ല അടുത്തയാൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് കൂട്ടിച്ചേർക്കലുകളും ഭാവനകളും എല്ലാം കയറി വന്നിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഈ വാമൊഴിയായിട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത്. പിന്നീട് എഴുതി പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് എന്നാണ് എഴുതി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്? ബൈബിളിന്റെ ഏറ്റവും ആദ്യത്തെ കൈയെഴുത്ത് പ്രതി, അതായത് മാർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയെന്ന് കണക്കാക്കപ്പെടുന്നു. അത് CE 70 ശേഷമാണ് എഴുതിയെന്നും ആണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മർക്കോസ് ആരാന്ന് അറിയത്തില്ല, ലൂക്ക ആരാന്ന് അറിയത്തില്ല, മത്തായി എന്ന് പറയുന്നത് ഏത് മത്തായി എന്നറിയത്തില്ല. ഇനി അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്, ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പം ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് എന്നാണ്. അതായത് ലൂക്ക് പറഞ്ഞത് കേട്ടതനുസരിച്ചുള്ള സുവിശേഷം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളത് മനസ്സിലാക്കി ലൂക്ക എഴുതിയതാക്കി. ഇനി ലൂക്കായൊക്കെ എഴുതിയതാണെങ്കിലും അതിന്റെ ഒറിജിനൽ ഉണ്ടോ? അതുമില്ല. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈബിളിന്റെ ഏറ്റവും പുരാതനമായിരിക്കുന്ന ഒരു കയ്യെഴുത്ത് പ്രതി എന്ന് പറഞ്ഞാൽ കോഡക്സ് സിനൈറ്റസ് ആണ്. സിനൈറ്റസും അത് കഴിഞ്ഞ് കോഡക്സ് വത്തിക്കാനസും ഉണ്ട്. ഇത് രണ്ടും ഇന്നുള്ള ബൈബിളുമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് അന്നുണ്ടായിരുന്ന ആദ്യം മാർക്കോസ് എഴുതി തന്നെയാണോ ഇതിനകത്തുള്ളതെന്നും പോലും അറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. ഇപ്പൊ മാർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ അകത്ത് 16 അധ്യായത്തിൽ 8-ാം വാക്യം കൊണ്ട് അവസാനിക്കുന്നതാണ് സിനൈറ്റസിന്റെ അകത്തും കോഡക്സ് വത്തിക്കാനസിന്റെ അകത്തും. ഈ 8-ാമത്തെ വാക്യം ഏതാണ്? യേശുവിനെ കുരിശ് തറച്ചു, കുരിശിന് താഴെ ഇറക്കി സംസ്കരിക്കുന്നു. അത്രയും ഭാഗമുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റ കഥ കോഡക്സ് സിനൈറ്റസ് എഴുതിയതിനു ശേഷം ഉണ്ടാക്കിയ കഥയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അത് 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇത് കാലം കൊണ്ട് ഓരോരുത്തരും രാഷ്ട്രീയ താല്പര്യത്തിനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പിന്നീട് ഉണ്ടാക്കിയ ഒരു കഥയാണ് നിങ്ങൾ പറയുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം എന്നൊക്കെ പറയുന്നത്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ. ഇവിടെ പിന്നെ ടോം സാർ പറഞ്ഞത് രാഷ്ട്രീയ താല്പര്യം, വെസ്റ്റേൺ ഇൻട്രസ്റ്റുകൾ കൊണ്ടൊക്കെ എഴുതിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇത് എഴുതിയവനും പ്രചരിപ്പിച്ചവനും അവര് ദൈവം ഈശോ എന്ന് പറയുന്ന വ്യക്തി മിശിഹായാണെന്ന് സ്വയം ക്ലെയിം ചെയ്യുകയും അത് പ്രൂവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ ഇത് പ്രചരിപ്പിച്ചത്. വാമൊഴിയായ തുടക്കത്തിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അവർ പോയി പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു, യഹൂദരോട് പറയേണ്ടതായിട്ട് വന്നു. അപ്പൊ അവർ ആ തുടക്കത്തിൽ അവരുടെ ജീവിതകാലം വളരെ ബിസി ആയിരുന്നു. എഴുതേണ്ട സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അവർ എഴുതിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മർക്കോസ് തിയോഫിലസ് എന്ന് പറയുന്ന ആൾക്ക് എഴുതുന്നു. പിന്നെ പൗലോസിന്റെ കത്തുകളാണ്, ഗലാത്യർക്കും കൊരിന്തോസിലും തെസലോനിക്കായാലും അവിടെയുള്ള സഭകൾക്ക് എഴുതിയ കത്തുകളാണ്. അതിൽ നല്ല കത്തുകളാണെന്നും ഞങ്ങളുടെ ആരാധനാ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ വായിക്കാൻ നല്ലതാണെന്നും കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു പുസ്തകമായിട്ട് തുന്നിക്കൂട്ടി വെച്ചേക്കുന്നത്. ഇനി ഇദ്ദേഹം പറയുന്ന അക്കോർഡിംഗ് ടു മാർക്ക് എന്ന് പറഞ്ഞാൽ മാർക്ക് എഴുതിയ സുവിശേഷമായിരിക്കണം എന്നില്ല, ഒരു കുഴപ്പമില്ല. മാർക്ക് എഴുതിയതായിരിക്കാം, അതല്ലേ മാർക്കിന്റെ സൂപ്പർവിഷനിൽ മാർക്കിന്റെ ശിഷ്യന്മാർ എഴുതിയതായിരിക്കാം, ഫ്രണ്ട്സ് എഴുതിയതായിരിക്കാം. ഇത് പിന്നെ സഭയിലെ അംഗങ്ങൾ, സഭയിലെ പിതാക്കന്മാർ പരിശോധിച്ച് ഇവരുടെ പ്രാക്ടീസുകൾക്ക് അനുകൂലമായി പോകുന്ന ജെന്യുവിനായ പുസ്തകമാണ് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഒരുമിച്ച് തുന്നിക്കൂട്ടിയത്. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമാണ് ഉറപ്പ്, ക്രിസ്തു ദൈവമാണ്. അത് പിന്നെ ഈ ദൈവമാണ്, ക്രിസ്തു ദൈവമാണ് എന്ന് പിന്നെ യൂറോപ്പിൽ പ്രചരിപ്പിക്കുന്ന അതേ സമയം തന്നെ സൗത്ത് ഇന്ത്യ ആയ നമ്മുടെ കേരളത്തിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഉപയോഗിച്ചത് സുറിയാനി ഭാഷയിലുള്ള ബൈബിളുകളിലും ആരാധനാക്രമങ്ങളുമാണ് ഉപയോഗിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബൈബിളാണ് വിശ്വാസം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ബൈബിളിനേക്കാൾ ഉപരി ക്രിസ്തു ദൈവമാണെന്ന് കാണുകയും അവൻ സ്ഥാപിച്ച സഭയിൽ വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം മാത്രമാണ് ഞങ്ങൾ. അതിന് ആ ഒരു സമൂഹത്തിൽ വായിക്കാനും ക്രിസ്തുവിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ പ്രാർത്ഥനയോട് കൂടി ഈ ക്രിസ്തുവിന്റെ കാര്യങ്ങളും എഴുതിയ കത്തുകളും എല്ലാം വായിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ബൈബിൾ. അത് പബ്ലിക്കിന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഞങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ സഭയ്ക്ക് പുറത്ത് ഈ പുസ്തകം വെറും നോവലുകളാണ്. ഇപ്പൊ ടോമി അപ്രോച്ച് ചെയ്യുന്ന വളരെ കറക്റ്റായ കാര്യമാണ്. ഇത് വെറും കഥകൾ പോലെയാണ്. സഭയ്ക്കുള്ളിൽ മാത്രമാണ് ഇത് ദൈവവചനത്തിന്റെ പ്രസക്തിയുള്ളൂ. സഭയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ സഭയിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളെ സംബന്ധിച്ച് ബെത്ലഹേമിലോ പാലസ്തീനിലോ മറ്റോ ജനിച്ച ഒരു യുവാവും
ആ യുവാവ് ദൈവമാണെന്ന് ക്ലെയിം ചെയ്തതും അവരുടെ സ്വന്തം സഹചാരികളും ശിഷ്യന്മാരുടെയും മറ്റുമുള്ള ഒരു കഥയാണ്. അവന്റെ അമ്മൂമ്മ അല്ലെങ്കിൽ കൂട്ടുകാരെ പറ്റി വെറും നോവൽ മാത്രമാണ്. അതിന് അത്ര പ്രസക്തിയുള്ളൂ. സഭയ്ക്കുള്ളിൽ മാത്രമാണ് ഇതിന് ദൈവവചനം എന്ന് പറയുന്നത്. ഈ ബൈബിൾ എഴുതപ്പെട്ട രൂപത്തിൽ ഞങ്ങൾ കിട്ടുന്നതിന് മുന്നേ ഇവനെ ദൈവമായി തിരിച്ചറിഞ്ഞവർ ഇവിടെ ആരാധിക്കുന്നുണ്ട്. സഭയുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ അവനെ ദൈവമായി ആരാധിച്ചു വന്നു. ഇനി പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞതും ഏതാണ്ട് അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് താങ്കളും പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഇതിന് നമ്മൾ ഞങ്ങളുടെ മതവിശ്വാസത്തിന്റെ അകത്ത് മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ, പുറത്ത് അതിന് ദൈവവചനം എന്ന പ്രസക്തിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറയുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, സംസാരിക്കും. നമ്മളൊരു നീതി കാണിച്ചിട്ട് എന്നോട് അത് പറയുന്നത്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ദൈവവചനം എന്ന നിലയിൽ നിങ്ങളുടെ മതത്തിനുള്ളിൽ അത് വിശ്വസിക്കുന്നവരുടെ അടുക്കൽ മാത്രമേ പ്രസക്തിയുള്ളൂ, മറ്റുള്ളവരെ സംബന്ധിച്ച് നോവലാണ്. ഇതാണ് എല്ലാ മതപുസ്തകത്തിന്റെയും കാര്യം. മുഹമ്മദ് പ്രവാചകനാണെന്നും മുഹമ്മദ് പറക്കുന്ന കഴുതയുടെ പുറത്ത് പോയെന്നും മുഹമ്മദിന് 30-ലധികം ആളുകളുമായിട്ട് ഒരേ സമയം ബന്ധപ്പെടാനുള്ള ശേഷി ഉണ്ടായിരുന്നുവെന്നും പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതും ഇസ്ലാമിൽ അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ വലിയ ദൈവം വെളിപ്പെടുത്തിയ വലിയ സംഭവമായിട്ട് തോന്നുള്ളൂ. ഇപ്പോ ശിവൻ എന്റെ മകൻ ഗണപതിയെ തല വെട്ടിയിട്ട് ആനയുടെ തല വെച്ച് പിടിപ്പിച്ചു എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രം അത് വിശ്വാസയോഗ്യവും ദൈവികവുമായിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് കട്ട കോമഡിയാണ്. അപ്പൊ നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതൊരു ദൈവവചനമാണെന്ന് തോന്നുന്നത്. ഇത് തന്നെയാണ് ലോകത്തിലുള്ള എല്ലാ മതവിശ്വാസികളും കരുതുന്നത്. അവരവരുടെ സാധനം ദൈവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞു പൗലോസ് അതിന് മുമ്പ് എഴുതിയിരിക്കുന്ന പല കത്തുകളും എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പൗലോസ് ആരാണ് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം. പൗലോസ് തന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ്. ഒന്ന്, പൗലോസ് പറയുന്നു പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ദമാസ്കസിലേക്ക് പോകുന്ന വഴിക്ക് യേശു പുള്ളിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പുള്ളി 3 സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. 3 തരത്തിലാണ്. ഒരിടത്ത് എഴുതിയിരിക്കുന്നു അങ്ങ് പോകുമ്പോഴത്തേക്കും വലിയൊരു പ്രകാശം കണ്ടു, അതിൻ്റെ അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. കൂടെ ഉണ്ടായിരുന്ന ഒരു ശബ്ദം കേട്ടില്ല, പ്രകാശം കണ്ടു എന്നൊരിടത്ത് എഴുതിയിരിക്കുന്നു. വേറെടുത്ത് വന്ന് പറയുമ്പോൾ കൂടെ ഉള്ള ഒരു ശബ്ദം കേട്ടു, പ്രകാശം കണ്ടില്ല എന്ന് വേറെ എഴുതിയിരിക്കുന്നു. വേറെ ഒരിടത്ത് എഴുതിയിരിക്കുമ്പോഴത്തേക്കും കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും ശബ്ദം കേട്ടു, എല്ലാവരും കുതിരപ്പുറത്തും താഴെ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിവേ അതിനുശേഷം എന്ത് സംഭവിച്ചു? പുള്ളിയെ കൂട്ടിക്കൊണ്ട് അനനിയാസ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയി താമസിച്ചു. ഒരാഴ്ച കണ്ട് അവിടെ താമസിച്ചു എന്നാണ് പറഞ്ഞത്. ഈ അനനിയാസ് ആരാണെന്ന് പിന്നെ ഒരിടത്തും പറയുന്നില്ല, വേറെ ആർക്കും അറിയില്ലാത്ത ഒരാളാണ് ഈ അനനിയാസ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവം, ക്രിസ്തുമതം ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് യേശുവിനെ കുരിശു തറച്ച് കൊന്നതിന് ശേഷം അത് യഹൂദ മതത്തിന്റെ ഒരു വിഭാഗമായിട്ടാണ് പോകുന്നത്. നസറീൻ സെക്ട് ഓഫ് ജുഡായിസം എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് അവർ യൂതന്മാരുമായിട്ട് അവർ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ യൂതന്മാരുടെ സിനഗോഗുകളും എല്ലാം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അവിടെയാണ്. അതിൻ്റെ അകത്ത് യാക്കോബും പത്രോസും ഒക്കെ അവരുടെ സിനഗോഗുകളിൽ ഉണ്ടായിരുന്ന അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രമുഖ വ്യക്തികളാണ്. അവർ തമ്മിൽ ബായി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇവരെവിടെ ഉണ്ടായിരുന്നത്? ഇവർ ജെറുസലേമിലും പരിസര പ്രദേശത്തും ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ എങ്ങും പോകാതെ പുള്ളി ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ദമാസ്കസിന് വെച്ച് പിടിപ്പിച്ചു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ദമാസ്കസ് ക്രിസ്ത്യാനികൾ വല്ലതും ഉണ്ടോ? അവിടെ അങ്ങനെ ഉള്ളതായിട്ടുള്ള സൂചനകളൊന്നും വേറെ നമുക്ക് കിട്ടുന്നില്ല. ഇനി ദമാസ്കസ് ഈ പറയുന്ന ഇദ്ദേഹം പൗലോസ് റോമൻ പൗരനാണ്. ഡമാസ്കസ് ഈ പറയുന്ന റോമയുടെ കീഴിൽ നിൽക്കുന്ന രാജ്യമല്ല. അതായത് ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. അതൊന്നും അബീത്യൻ ഭരണത്തിന്റെ കീഴിൽ നിൽക്കുന്ന സ്ഥലമായിരുന്നു ഈ ദമാസ്കസ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അപ്പൊ അങ്ങനെ പുള്ളി അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ അനാനിയാസ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തെ വെച്ചുകൊണ്ട് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും പൗലോസ് എന്താ ചെയ്യണം? അവിടുന്ന് യേശു പ്രത്യക്ഷപ്പെട്ട പുള്ളി എന്ത് ചെയ്യണം? ഈ ക്രിസ്ത്യാനികളുള്ളവർക്ക് വന്നിട്ട് യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറയണം അല്ലെ? പുള്ളി അതും ചെയ്തില്ല. പുള്ളി അത് കഴിഞ്ഞിട്ട് അറേബ്യയിലേക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അറേബ്യയിൽ പോയിട്ട് 4 വർഷം പുള്ളി അറേബ്യയിൽ ഒളിവിൽ താമസിച്ചു. എന്തിനാണെന്നറിയില്ല. അതിനുശേഷം പുള്ളി തിരിച്ച് ദമാസ്കസിലേക്ക് വരുന്നു. അതിനുശേഷമാണ് പുള്ളി ആദ്യമായിട്ട് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പൊ ജെറുസലേമിൽ പുള്ളി ചെന്ന് കഴിയുമ്പം അവിടെ ആകെ 2 ആഴ്ച കാലം മാത്രമേ ജെറുസലേമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് യേശുവിന്റെ ശിഷ്യന്മാരിൽ പുള്ളി ആകെ കണ്ടത് പത്രോസിനെയും യാക്കോബിനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം പുള്ളി എങ്ങോട്ടോ പോയി, എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ പുള്ളി ജെറുസലേമിൽ തിരിച്ചു വരുന്നത് 14 വർഷത്തിന് ശേഷമാണ്. ഇതൊക്കെ ബൈബിളിന്റെ അകത്തുള്ള കാര്യമാണ് കേട്ടോ. പുള്ളി 14 വർഷത്തിന് ശേഷമാണ് പുള്ളി തിരിച്ചു വരുന്നത്. അപ്പൊ പുള്ളി എന്നാണ് തിരിച്ചു വന്നതെന്ന് അറിയില്ല. എന്തായാലും പുള്ളി രണ്ടാമത് തിരിച്ചു വന്നതിന് ശേഷം ജെറുസലേമിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ പൗലോസ് പങ്കെടുക്കുന്നുണ്ട്. അതേതാണ്? അത് ജെറുസലേം കൗൺസിൽ നടന്നത് CE 48-49 വർഷങ്ങളിലാണ്. അപ്പൊ അതിനു മുമ്പ് പുള്ളി എപ്പോഴാണ് ജെറുസലേമിൽ വന്നത്? 14 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ CE 34 ആണ് അതിന് മുമ്പ് വന്നത്. അതിനു മുമ്പത്തെ 4 വർഷം പുള്ളി അറേബ്യയിലായിരുന്നു എന്ന് പറഞ്ഞാൽ 30 അല്ലെ? ദമാസ്കസിലേക്ക് പോകുന്നത് 30 അതിന് മുമ്പോ ആയിരിക്കും. അന്ന് പറഞ്ഞാൽ യേശു മരിക്കുന്നതിന് മുമ്പാണ് ഇത് പോയതെന്ന് വരും. അതായത് ഒരു തരത്തിലും അങ്ങോട്ട് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു പൊട്ടക്കഥയുമായിട്ടാണ് പൗലോസ് വന്നത്. പക്ഷെ കൂട്ടത്തിലുള്ളവർക്ക് ഇത് മനസ്സിലായില്ല. പുള്ളി അവരെ കൂട്ടത്തിലേക്ക് അങ്ങ് കൂട്ടി. പക്ഷെ കൂട്ടത്തിൽ കൂട്ടിയതിനു ശേഷം ഈ പറയുന്ന ആദ്യം ജെറുസലേമിൽ വന്നതിന് ശേഷം പൗലോസ് പോയി മറ്റു പല സഭകളും ഉണ്ടാക്കാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ പൗലോസ് ഈ സഭകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് യേശുവിനെ കാണുകയോ യേശുവിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയോ ഇനി അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞ കഥയിലും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പൊ പൗലോസിന് ഇതൊന്നും അറിയത്തില്ല. പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിന്റെ ശിഷ്യന്മാരോടുള്ള ആകെയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ 14 ദിവസം ജെറുസലേമിൽ പോയപ്പം അവർ തമ്മിൽ എപ്പോഴൊക്കെയോ കണ്ടിരുന്നു. അത്രയും മാത്രമേ അവർ തമ്മിലുള്ള ബന്ധമുള്ളൂ. എന്ന് പറഞ്ഞാൽ പൗലോസ് സ്വന്തമായിട്ട് ഒരു യേശു എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഒരു കഥ മെനഞ്ഞിട്ട് പുള്ളി അപ്പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ കഥ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസും കൂട്ടത്തിലുള്ളവരും ചോദിച്ചു, ഇതേത് യേശു? നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന യഹൂദ മതത്തിലെ
പ്രവാചകന്മാരെയും ഒന്നും തിരുത്താനല്ല, അത് വളരെ കർക്കശമായിട്ട് യഹൂദമതത്തിലെ നിയമങ്ങൾ ആളുകളെ കൊണ്ട് പാലിക്കണം എന്നത് നടപ്പാക്കാൻ വേണ്ടി വന്ന ആളാണ് യേശു. യേശു പറയുന്നത് അങ്ങനെയല്ല, നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തണം, ഈ സർക്കംസിഷൻ ഒന്നും വേണ്ട, വിജാതീയരെ കൂടി ഉൾപ്പെടുത്തണം, അവരെ കൂടി മതത്തിലേക്ക് കയറ്റണം എന്നൊക്കെ പറയുന്ന യേശു പറഞ്ഞതിന്റെ നേരെ വിപരീതമായിരിക്കുന്ന ഒരു ദൈവത്തെ കൊണ്ടാണല്ലോ നീ വന്നിരിക്കുന്നത് പറഞ്ഞു. അവർ തമ്മിൽ അവിടെ കിടന്ന് കുറച്ച് ബോൾട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതും ബൈബിളിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ പത്രോസിനെ ശാസിച്ചു, ഞാൻ യാക്കോബിനെ ശാസിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പൗലോസ് ഒരു ബ്രേക്ക് എടുക്കുവാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഒട്ടും ഇതായൊന്നുമില്ല. ഹിസ്റ്ററി പറയുമ്പോൾ അത് മുഴുവൻ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റെസ്പോണ്ട് ചെയ്യാൻ സമയം കിട്ടും. ഓക്കെ. എനിവേ ഞാൻ പറഞ്ഞു വരുന്ന നിർത്തുകയാണ്. അതായത് പൗലോസ് പുള്ളിയുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് പുള്ളി ഉണ്ടാക്കിയതാണ് ഈ മതം എന്നാണ് ബൈബിൾ കൃത്യമായിട്ടും വായിച്ചാൽ മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ ഏതായാലും ടോമി സാറിന് ഒരു കാര്യം ഉറപ്പാണ്, പൗലോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളതല്ല. ഞങ്ങളുടെ പകുതി പണി കഴിഞ്ഞു, ഇവിടെ ഞങ്ങളുടെ പകുതി ജോലി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പിന്നെ ടോമി സാറ് മനസ്സിലാക്കേണ്ടത്, ഈ ശിഷ്യന്മാരുടെ കൂടെ ഇല്ലായിരുന്ന പൗലോസ് സാവൂളായിരുന്നു. ഈ സാവൂള് ഒരു യഹൂദനാകുകയും ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഒരു യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും പിന്നെ അദ്ദേഹം കുതിരപ്പുറത്ത് വീഴുന്നതായിട്ടാണ് പറയുന്നത്. ഇനി ഇദ്ദേഹം പറയുന്നത് കത്തുകൾ എഴുതിയ കൂട്ടത്തില് പിന്നെ ഇതിനകത്ത് പ്രകാശം കണ്ടോ കണ്ടില്ലയോ, അത് പിന്നെ കൂടെ വന്ന അനുചരന്മാര് കണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് ഒരു ഇൻഫർമേഷൻ കൂടുതലായിട്ടും അത് കുറഞ്ഞു വന്നതായിട്ടും പറയുന്നുണ്ട്. മനുഷ്യനല്ലേ, കത്തുകൾ തിരക്ക് പിടിച്ച് എഴുതിയ കൂട്ടത്തിൽ ഒന്ന് മാറ്റമായിരിക്കാം. ഇത് വിശ്വാസത്യത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇവിടെ അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാലാണ് കോൺട്രഡിക്ഷൻ ഉണ്ടാകുക. ഇത് കേവലം എഴുതി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ ആ സമയത്തെ സാഹചര്യം എഴുതുന്ന സ്ഥലമൊക്കെ ബാധിച്ചു വന്നിരിക്കുന്നതായിരിക്കാം. അതേസമയം ഒരു സ്ഥലത്ത് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നും മറ്റു സ്ഥലത്ത് ഉണ്ടായില്ല എന്നും പറഞ്ഞാലാണ് യഥാർത്ഥത്തിൽ കോൺട്രഡിക്ഷൻ ആണ്. ഇനി താങ്കൾ ഇവിടെ ചെയ്തൊരു കാര്യം, ഞങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കെ ക്രിസ്ത്യാനിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് മുഹമ്മദിന്റെയും കൃഷ്ണന്റെയും ശിവന്റെയും കാര്യം പറഞ്ഞ് ഇന്നും ഒരു ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഇവിടെ ക്രിസ്ത്യാനികളാണ് ഇരിക്കുന്നത്, അപ്പൊ ഞങ്ങളുടെ പിന്നെ വിശ്വാസം ചോദ്യം ചെയ്യുക. മുഹമ്മദ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഒരിക്കൽ പോലും ആ മനുഷ്യനെ പറ്റി പിന്നെ കേട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല, അദ്ദേഹം എവിടെ ജനിച്ചു, അപ്പനും അമ്മയും ആരും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ കൂടി അവലും പഴവും കുഴക്കുന്ന പോലെ കുഴച്ച് തന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ കഴിക്കുകയില്ല. അതുപോലെ കൃഷ്ണന്റെ ശിവന്റെ കാര്യം ഇത് തന്നെയാണ്. ഞങ്ങൾ ഈ സംസ്കാരത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് ഹൈന്ദവ ദൈവങ്ങളാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ, അതിലുപരി ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം പൗലോസ് തന്നെയാണ്. 12 ശിഷ്യന്മാരുടെ കൂടെ നടക്കാത്ത പൗലോസിനെ മാറ്റി നിർത്തി ദൈവം തെരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് അനന്യാസ് വന്നതെന്ന് അറിയത്തില്ലെന്ന് പറയുന്നത്. അനന്യാസ് വന്നത് പൗലോസിനെ ക്രിസ്തുവിന്റെ സഭയിൽ ചേർക്കാനാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ചത് സഭയാണ്, ബൈബിൾ എഴുതാൻ പറഞ്ഞു പോയതല്ല. അങ്ങനെയാണ് ക്രിസ്തുവിന് നന്നായിട്ട് എഴുതാൻ അറിയാം. ഇവിടെ ഓടി നടന്ന് പ്രവർത്തികൾ ചെയ്യേണ്ട കാര്യമില്ല, ക്രിസ്തുവിന് ഒരു സൈഡിൽ നിന്ന് എഴുതി വിട്ടാൽ മതി. അങ്ങനെയാണെന്ന് വലിയ അരിസ്റ്റോട്ടിലോ ഒരു തത്വചിന്തകനൊക്കെ ആയിട്ട് ക്രിസ്തു മാറിയാൻ. നേരെ മറിച്ച് ഇത് ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി ആയതുകൊണ്ട് സഭ സ്ഥാപിക്കുകയും തന്റെ പ്രവൃത്തി അവരെ ഏൽപ്പിച്ച് അദ്ദേഹം പിന്നെ മരണമടയുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ബൈബിളിൽ എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് പറയാം. ടോമി സാർ ഒരുപാട് കാര്യം പറഞ്ഞു. അനന്യാസിനെ വിട്ടത് കർത്താവ് ഈശോ മിശിഹാ സ്ഥാപിച്ച സഭയിൽ ചേർക്കാനാണ്. ഈ ശിഷ്യന്മാരുടെ കൂടെ നടക്കാത്ത പൗലോസ് ദൈവത്തിന്റെ കൃപയാലാണ് കർത്താവ് ഈശോ മിശിഹായുടെ വരവും അവിടുത്തെ ഉദ്ദേശവും താല്പര്യവും അറിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ സഭയുടെ ഭാഗമാകുകയും ചെയ്തു. എങ്ങനെ? അനന്യാസിലൂടെ. അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം അഗ്രചർമ്മം ചെയ്തിരിക്കേണ്ട, ഇത് ക്രിസ്തു വന്നത് യഹൂദരുടെ ഇടയിലേക്കും മിശിഹായെ കാത്തിരുന്ന യഹൂദരാണ്, അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് വന്നത് കൊണ്ട് തന്നെ ക്രിസ്തു മതത്തിന് ഈ പിന്നെ ഇസ്രായേലിന്റെ യഹൂദരുടെ പാരമ്പര്യമാണ് ഉള്ളത്. അതേസമയം അവരുടെ കൂടെ നടക്കാത്ത എന്നാൽ യഹൂദനായിട്ടുള്ള ഈ വ്യക്തിക്ക് വേറെ രീതിയിൽ റെവലേഷൻ കിട്ടിയത് കൊണ്ട് ഇത് എല്ലാവർക്കും ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് ലീഹ എല്ലാവരെയും ഉൾപ്പെടുത്തി അഗ്രകർമ്മം ചെയ്തിരിക്കേണ്ട കാര്യമില്ല, നിയമമല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ അനുഗ്രഹവും കൃപാവരവുമാണ് ഒരുതൻ രക്ഷ പ്രാപിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു. ഈ ആശയക്കുഴപ്പമാണ് എന്ത് സംഭവിച്ചത്? യെരുസലേമിലുണ്ടായിരുന്ന ഇതര ശിഷ്യന്മാരുടെ ഇടയിലും ഇസ്രായേൽ യഹൂദരിൽ നിന്നും ക്രിസ്ത്യാനിയായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ താൻ ഓടിയത് വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയിട്ടും, അതായത് താൻ ചെയ്യുന്ന ജോലിക്ക് സഭയുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ലീഹ തിരിച്ച് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സഭയുടെ അംഗീകാരത്തോ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ അംഗീകാരം ഉണ്ടെങ്കിലാണ് ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുക, സുവിശേഷം പ്രചരിപ്പിക്കാൻ പറ്റുക, ക്രിസ്തുവിന്റെ സഭയിൽ അംഗങ്ങളാകുക. നിർഭാഗ്യവശാൽ ടോമി സഹോദരൻ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ബൈബിളാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എഴുതപ്പെട്ട ഒരു പാരമ്പര്യം മാത്രമാണ് ബൈബിൾ. ഇതിനകത്ത് ചേർക്കപ്പെടാത്ത എത്രയോ പുസ്തകങ്ങളുണ്ട്. ഇത് ഒരുപാടുണ്ടായിരുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത 73 പുസ്തകങ്ങൾ മാത്രമാണ് ബൈബിളാക്കി പ്രചരിപ്പിച്ചിരിക്കുന്നത്.
അപ്പൊ താങ്കൾ ക്രിസ്ത്യാനിറ്റിയെ മാത്രം അഡ്രസ് ചെയ്യുക, ബാക്കി മതങ്ങളെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല, ഒരുപക്ഷെ ഞങ്ങൾ ഇഗ്നറന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ലാതായിരിക്കാം. ക്രിസ്തീയ വിശ്വാസം മാത്രം ചർച്ച ചെയ്യുക, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ശക്തരാണ്. താങ്ക് യു. ഓക്കെ. ആദ്യം ഞാൻ ഇതിന്റെ ഹെഡിങ് എന്താണ്, നിങ്ങൾ ആരാ ഇതിനകത്ത് മാറ്റിയത്? ഈ ഹെഡിങ് അതൊക്കെ മാറ്റി എന്താണ് മാറ്റിയെന്ന് പറയാമോ? മാറ്റിയ ആളാരാണെന്ന് പറയാമോ? അയാൾ എന്തിനാണ് അത് മാറ്റിയെന്ന് അറിയാമോ? അല്ല, അത് പറയൂ. അത് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്തിനാണ് ഇതിന്റെ ഹെഡിങ് മാറ്റിയത്? ആരാണ് മാറ്റിയത്? എനിക്കറിയത്തില്ല. ഇവിടെ നിങ്ങൾ ഇത്ര മോഡറേറ്റർമാർ ഇത്ര പേരല്ലേ ഉള്ളൂ. ഇക്കോൺ എന്ന് പറഞ്ഞ ആളാണോ? അതൊക്കെ മാറ്റിയാ പോരെ? അത് മാറ്റിയോ? എനിക്കറിയത്തില്ല. അല്ലല്ല, അതറിയണം. അത് എന്തിനാണ് മാറ്റിയെന്ന് അറിഞ്ഞാൽ ഇത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. അത് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ മതി. ആരാണ് മാറ്റിയത്, എന്തിനാണ് മാറ്റിയത്, അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. നമുക്ക് മാറ്റിയേക്കാം. അത് ഞാൻ അല്ലല്ല, എൽദോസ് ആണോ മാറ്റിയത്? എൽദോസ് ആണോ ചെയ്തത്? അല്ല, എൽദോസ് ആണ് അത് ഇപ്പൊ ഉള്ള രീതിയിൽ ആക്കിയത്. എൽദോസ് ആയിരുന്നോ? ഞാൻ മാറ്റിയതല്ലെന്ന് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പേര് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ആരാണെന്ന് പറയൂ. അത് മാറ്റിയ ആളാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ. നിങ്ങൾ പറയൂ. കുഴപ്പമില്ല, ആരാ മാറ്റിയെന്ന് പറഞ്ഞേക്ക്. അത് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ആയിരിക്കാം. ആയിക്കോട്ടെ, അതാരാണെന്ന് അറിയണം. സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കേണ്ടി സംസാരിക്കേ. അതറിഞ്ഞിട്ട് സംസാരിക്കുന്നുള്ളൂ. വേറെ വിഷയം മാറി പോവല്ലേ? അപ്പൊ നിർത്തിയേക്ക്. അല്ലെന്നേ, നിങ്ങൾ ഇതിനകത്തുള്ള ഇത്രയും നിങ്ങൾ 1 2 3 4 5 6 7 8 ഈ 8 പേരിൽ ഒരു തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനാണ് ഞാനാണെന്ന് പറയാൻ ധൈര്യം ഇല്ലാത്തവനാണ് പിന്നെ എന്തിനാ സംസാരിക്കുന്നത്? ആരാന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ വിഷയമുള്ള കാര്യമല്ലെന്നേ സാറേ. ആരാണെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ ഒരു കാര്യം, നിങ്ങൾ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ നിങ്ങളുടെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഡിസ്കഷൻ ലോഞ്ച് വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ നാൾ കാത്തിരുന്നു. നാളെ നിങ്ങൾക്ക് സമയം ഫ്രീ ആണോ? എനിക്കാരും ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഞാൻ എന്റെ ഫോൺ നമ്പർ ഫോണിലേക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാത്ത നമ്പർ വാട്സാപ്പിലാണോ അതിനെ അയച്ചത്? ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. മെസ്സേജ് ഞങ്ങൾ അയച്ചതാണ്, നിങ്ങൾ അതിനകത്ത് വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്റെ വാട്സാപ്പിൽ എന്റെ ഒരു മെസ്സേജ് വന്നാൽ ഞാൻ നോക്കും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ ബ്ലൂടിക്ക് കാണാമല്ലോ. അത് വെറുതെ നോണ പറയുക അല്ല. ഇതാരാണ് ആ ഹെഡിങ് മാറ്റിയതെന്ന് പറയാതെ നമുക്ക് ഇതിനകത്ത് ചർച്ച മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അത് പറയൂ. ഓക്കെ. ഇപ്പം ഇവിടെ നിസ്സാര കേസിന് അതായത് ഒരു ഞാനാണിത് ചെയ്തത്, അല്ല ഞാനാണിത് ചെയ്തതെന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്ത ഒരുത്തരാണോ? അത്രയും ഭീരുക്കളാണോ നിങ്ങൾ ചർച്ച ചെയ്യാൻ? അഭിപ്രായമായിരിക്കും. ഓക്കെ, അല്ല എനിക്ക് അതാരാ ചെയ്തത് നിങ്ങൾ അറിയണം. കൂടെ മാറ്റിയിട്ട് പിന്നെ മാറ്റിയില്ല. ഞങ്ങൾ മാറ്റിയത് നിങ്ങൾ ചർച്ചയിലേക്ക് നിങ്ങൾ എന്തിനായിട്ട് പറയുന്നത്? ആദ്യം എന്തിനായിട്ട് പറയുന്നത്? ചെയ്ത ആളാണ് അയാൾ പറയുന്നത്. അവർക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരാൾ ടൈറ്റിൽ മാറ്റി? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക, അപ്പോൾ അവർ തിരിച്ചു മാറ്റുമത്. അല്ലെന്നേ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ വെല്ലോലും എടുക്കാൻ പോകുന്നത്? ചെയ്തോന്ന് പറയട്ടെ. ആ ചെയ്ത ആളാരാണെന്ന് നിങ്ങളൊന്ന് പറയട്ടെ. എൽദോസാണോ? എന്തിനാണ് ചെയ്തതെന്ന് പറയാമോ? ആ ഡിസ്കഷൻ ഇവിടെ വേണ്ട. അതെന്താ നിങ്ങൾ അതിനെ പേടിക്കുന്നത്? ആരായാലും അത് എൽദോസ് അല്ല ചെയ്തായിരുന്നു. ആണെങ്കിലും അല്ലെങ്കിലും ആ ഡിസ്കഷൻ അല്ലല്ലോ ഇവിടെ പോകുന്നത്. ഞാനിവിടെ ഒരു ഹെഡിങ് കണ്ടിട്ടാണ് വന്നത്. അപ്പൊ ഇതെന്താണ് ചർച്ച എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ട്രിനിറ്റി ആണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അധിക്ഷേപകരമായിട്ട് അതിന്റെ ഹെഡിങ് മാറ്റി. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അത് നിങ്ങൾ അല്ല, നിങ്ങൾ ഒരാളെ കഴിഞ്ഞപ്പോഴത്തേക്കും പറയുമ്പോൾ പറയാം എന്നാ പിന്നെ കത്തി വലിച്ചു ഊരിയാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്തി കാര്യം ശരിയാവുമോ? അല്ല ജോമി സാർ, ഞാൻ അതിനകത്ത് ഒരു സമവായം പറയാം. ഇത് കേക്ക്. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ വാക്യങ്ങൾ ആരെങ്കിലും പ്രൊവോക്ട് ആയതായിരിക്കാം, ഒരു പക്ഷേ ആയിരിക്കാം. അതാരാണെന്ന് പറഞ്ഞാൽ മതി. അതാരാന്ന് പറയൂ. നിങ്ങൾ ആകെ പാട് 8 പേരിലേ ഉള്ളൂ തോന്നേ. ഈ 8 പേരിൽ ഒരാൾക്ക് പോലും ഇതൊന്നും ഞാനാണ് ചെയ്തതെന്ന് പറയാൻ ധൈര്യം ഇല്ലാത്തവരാണോ? വന്ന് പരിചയമില്ലാത്ത ആളായിരിക്കും. അതുകൊണ്ട് ക്ഷമിക്കരുത്. അവരിവിടെ ഉണ്ടോന്ന് അറിയില്ലല്ലോ. അല്ല, നിങ്ങൾ എന്തിനാണെങ്കിൽ വല്ലവരും ചെറുപ്പം ഏറ്റെടുക്കാൻ പോകുന്നത്? നിങ്ങൾ പറയാമല്ലോ. ഞാൻ ഏറ്റെടുക്കാൻ കാരണം നിങ്ങൾ ഇത് പറഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആവേശം കാണിക്കുന്നത്. അപ്പൊ ഞാനും ഏറ്റെടുത്തേക്കാന്ന്. തീർന്നില്ലേ? 3 പേര് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വല്ലവരുടെ ചെറുപ്പം ഏറ്റെടുക്കാൻ നടക്കുന്ന ആളുകളാണ്. ശരി, നമുക്ക് നല്ല ചർച്ചയല്ലേ ജോമി സാർ? ഇത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നല്ല ചർച്ച നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് കൂട്ട് തന്തയ്ക്ക് പറക്കായി കാണിക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ പണ്ട് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ റൂമിലാണ് നിങ്ങൾ വന്നത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നല്ല രീതിയിലാണ് പോകുന്നത്, ഞങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ അച്ഛന്മാരെ വരെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതിനുശേഷമാണ് ഞങ്ങൾ താങ്കളുടെ മൊബൈലിലേക്ക് ഫോൺ വിളിച്ചത്. ശരി, നമുക്ക് ചർച്ചയിലേക്ക് പോവാം. ഓക്കെ, ചർച്ചയിലേക്ക് വരും. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ. നിങ്ങൾ പറഞ്ഞു വന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ബൈബിളിന്റെ അകത്ത് ഈ പൗലോസിന് യേശുമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഉണ്ടായ കാര്യം അത് 3 തരത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ തിരക്ക് പിടിച്ച് എഴുതിയപ്പോൾ വന്നതായിരിക്കാം എന്നാണ് ഒന്ന് പറഞ്ഞത്. അപ്പൊ തിരക്ക് പിടിച്ച് എഴുതുമ്പം ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും തിരക്ക് പിടിച്ച് വന്നിട്ടുണ്ടാവും. അപ്പം തിരക്ക് പിടിച്ച് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവാം എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സംഭവം ഇനി അതിന്റെ അകത്ത് ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ പൗലോസിന് യേശു വന്നിട്ടില്ല, യേശുവിന്റെ ഒരു ദർശനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത്.
അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഉണ്ടായിട്ടില്ല. ഉണ്ടാകണമെന്നുണ്ടായിരുന്നെങ്കിൽ പൗലോസിന് ഇത് ജെറുസലേമിൽ വെച്ച് യേശു വന്നില്ല. ക്രിസ്ത്യാനികൾ ആരും ഇല്ലാത്ത ദമാസ്കസിൽ പോയത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അവിടെ മറ്റൊരു രാജ്യമാണ്, നബീത്യൻ ഭരണത്തിന് കീഴിൽ നിൽക്കുന്ന രാജ്യമാണ്. അവിടെ പോയത് എന്താണെന്ന് അറിയത്തില്ല. അവിടെ അനാന്യാസ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തെ കൊണ്ടുവന്ന് എന്താണെന്ന് അറിയില്ല. കാരണം അനാന്യാസിനെ കുറിച്ച് പിന്നെ വേറെ ഒരിടത്ത് പൗലോസ് എഴുതിയിരിക്കുന്നിടത്തല്ലാതെ ഈ അനാന്യാസിനെ കുറിച്ച് വേറെ ഒരിടത്തും ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇനി അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിരുന്നു. യേശുവുമായിട്ടുള്ള ആ ഒരു ദർശനം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹം അറേബ്യയിൽ പോയിട്ട് 4 വർഷം താമസിച്ചു. അതെന്തിനാണ്? അതിനുശേഷം പുള്ളി തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ ഒന്ന് തല കാണിച്ചിട്ട് പുള്ളി വേറെ എങ്ങോട്ടോ പോയി 14 വർഷം വേറെ സ്ഥലത്തോടെ സഭ ഉണ്ടാക്കാൻ നടക്കുകയായിരുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് പൗലോസ് സഭ ഉണ്ടാക്കാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൗലോസിന് വേറെ എന്തോ ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പൗലോസിന്റെ കുറച്ചുകൂടി പുറകോട്ടുള്ള ചരിത്രം പോയി അന്വേഷിക്കണം, പൗലോസ് ആരായിരുന്നു എന്ന്. പൗലോസ് റോമൻ പൗരത്വമുള്ള താർഷീഷുകാരനായ അതിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്നത്തെ കാലത്ത് പൗരത്വം, യഹൂദനാണ്, അതേസമയം റോമൻ പൗരത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ തുക പണം കൊടുത്തിട്ടാണ് റോമൻ പൗരത്വം നേടുന്നത്. ഇതേക്കുറിച്ച് ബൈബിളിൽ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. പൗലോസിനെ ഒരു നാടുവാഴി, ഒരു ദേശാധിപതി പിടിച്ചുകൊണ്ട് പോയിട്ട് പോയപ്പം പൗലോസ് ആ ദേശാധിപതിയോട് ചോദിച്ചു, നീ റോമൻ പൗരനോടാണ് ഈ കാണിക്കുന്നത് ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ ദേശാധിപതി ഭയന്ന് വിറച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദേശാധിപതി വരെയും ഭയക്കുന്ന അത്ര വലിയ പവറുള്ള സംഭവം ആയിരുന്നു ഈ റോമൻ പൗരത്വം. അത്തരത്തിലുള്ള പൗരത്വം ഉണ്ടായിരുന്ന പൗലോസ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷ, മറ്റേ ഫിലോസഫി, റെട്രിക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതായിരുന്നു. അത് പഠിച്ചതിന് ശേഷം പുള്ളി ജെറുസലേമിൽ എന്താണ് യഹൂദ നിയമങ്ങൾ പഠിക്കാൻ വന്നയാളാണ്. ഗമാലിയേൽ എന്ന് പറയുന്ന ആളുടെ ശിഷ്യനായിട്ട് ജെറുസലേമിൽ വന്നതായിട്ട് ബൈബിളിൽ ഉണ്ട്. അപ്പൊ എന്തിനാണ് അദ്ദേഹം ജെറുസലേമിൽ ഇത്രയും പഠനം കഴിഞ്ഞ ശേഷം ജെറുസലേമിൽ ഇത് പഠിക്കാൻ വന്നത്? അതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, യഹൂദ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അവരുടെ സാൻഹെഡ്രിൻ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഇതുണ്ട്, ഒരു കോർട്ടുണ്ട്. ആ കോടതിയുടെ ഇതിലേക്ക് മുകളിലേക്ക് പോകുന്ന ആളുകളാണ് ഇത്രയും കൂടുതലായിട്ട് യഹൂദ നിയമങ്ങൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതും പഠിച്ചു വന്നപ്പം പൗലോസിന് ഈ യഹൂദ മതത്തിന്റെ ചില കാര്യങ്ങൾ, മറ്റു മതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചതിൽ നിന്നും പുള്ളിക്ക് മനസ്സിലായത് യഹൂദ മതം ഇങ്ങനെ പോയെന്നാൽ അധികം കാലം പോവില്ല. കാരണം എല്ലാ മതങ്ങളും അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ വളരെ കർക്കശമായിരിക്കുന്ന നിയമങ്ങളും വെച്ചുകൊണ്ട് ആരെയും മതത്തിലേക്ക് കയറ്റാതിരിക്കുന്ന ഒരു അടഞ്ഞ മതം അധികം മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി പൗലോസ് ആണ് അതിന് മറ്റൊരു മുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിജാതീയരെ കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. പക്ഷെ യേശു ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പൗലോസിനെ തല്ലിയനെ. കാരണം യേശു നേരെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പുള്ളി പറയുന്നത് ഇത് നമ്മുടെ മക്കൾക്കല്ലാതെ, ഈ യഹൂദന്മാർക്കല്ലാതെ വിജാതിയർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, യഹൂദ നിയമങ്ങളിൽ അല്പം പോലും മാറ്റം വരുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പൗലോസിന്റെ ഒരു മതമാണ് ക്രിസ്ത്യാനിറ്റി. പൗലോസ് ഉണ്ടാക്കിയ, പൗലോസിന്റെ സിംഗടികളെ വെച്ച് എഴുതിപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് ഈ നിങ്ങൾ പറഞ്ഞു നടക്കുന്ന സാധനം. അല്ലാതെ അതിൻ്റെ അകത്ത് ആരും പ്രത്യേകമായിട്ട് ഇങ്ങനെ നിങ്ങൾ പറയുന്ന ദൈവമോ സാധനമൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഈ ചരിത്രം കൂടി മനസ്സിലാക്കി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇതിപ്പം പിന്നെ ടോമി ഈ പറയുന്നത് ഇവിടെ ഇത് പൗലോസ് ഉണ്ടാക്കിയ മതമാണ്. ഇത് കർത്താവിനെയോ ശിഷ്യന്മാരോ അറിയാതെ ക്രിസ്തുവിൻ എന്നൊരു വ്യക്തി ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, വെച്ച് സാധ്യതകൾ ഉപയോഗിച്ച് താൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മതമാണെന്നാണ് പറയുന്നത്. നല്ലൊരു ക്ലെയിമാണ്. അത് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളുടെ എന്തെങ്കിലും കൈ തെളിവുണ്ടോ? ഞാനൊരു റെഫറൻസ് ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ വെക്കുന്ന ആർഗ്യുമെന്റ് ഇതുവരെ ഞങ്ങൾക്ക് ഈസിയാണ് ഇത് പറയാനായിട്ട്. എനിക്ക് ആരെങ്കിലും ആ റെഫറൻസ് ഒന്ന് തരാമോ? ഞാൻ ഓടുന്നത് എല്ലാം പിന്നെ വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ സംഭവം അത് എവിടെയായിരുന്നു? അത് ആരെങ്കിലും എനിക്ക് ആ ചാറ്റിൽ നിന്നിട്ട് തരാമോ? ഒറ്റ മിനിറ്റ്, അത് അധികം സമയം എടുക്കുകയല്ലേ, ഞാനിപ്പോൾ തന്നെ എടുക്കാം. പെട്ടെന്ന് തപ്പിട്ട് എനിക്ക് കിട്ടുന്നില്ല അത്. ആ എവിടെയായിരുന്നു അത്? ഒരു മിനിറ്റ്, അത് ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ അതല്ല ഇവര് ശിഷ്യന്മാരെ കാണാൻ പോയി അപ്രൂവൽ മേടിക്കാൻ പോകുന്നതാണ് രംഗം. ഓ അതെ, ഓക്കെ. ആ താഴെ ഓക്കെ, ഗലാത്യർ 2:2 ഞാൻ ഈസി ആയിട്ട് വായിക്കാം. ഒരു മിനിറ്റ്. ഇപ്പം താങ്കൾ പറയുന്നത് പൗലോസ് ഒരു മതം ഉണ്ടാക്കി, പിന്നെ അവിടെ പോയി നിയമങ്ങളൊക്കെ പഠിച്ച് ഇത് വലിയൊരു സാധ്യതയോ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ആയിട്ട് കണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണോ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് ടോമി ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പൗലോസ് തെരഞ്ഞെടുക്കപ്പെട്ട രീതി, അനന്യാസിനാൽ സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ട രീതി, പിന്നെ ദൈവാനുഗ്രഹത്താൽ ക്രിസ്തു പറഞ്ഞു കൊടുക്കുകയും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രചോദനത്താലാണ് ഇദ്ദേഹം ചെയ്തതല്ല. അങ്ങനെ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്ന പിന്നെ സുവിശേഷത്തിൽ വ്യത്യാസമുണ്ടെന്ന് സഭയിലെ തലവന്മാർ അറിഞ്ഞ് അതാണ് സാഹചര്യം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾക്ക്. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. ഇതിന്റെ ഹെഡിങ് പൗലോസിന് അംഗീകാരം എന്നാണ്. അപ്പം ടോമി സാറ് പറയുന്നത് പൗലോസ് സ്വന്തമായി സൃഷ്ടിച്ച ഒരു മതമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ എന്നാണ് ഇനി പൗലോസ് പറഞ്ഞത് നമുക്ക് നോക്കാം. പിന്നീട് 14 വർഷത്തിന് ശേഷം ബർണാബാസിനോട് കൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുൻപിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു.
ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ടോം സാർ ഓർക്കുക, ക്രിസ്തു സ്ഥാപിച്ചത് സഭയാണ്. സഭയുടെ തലവൻ പത്രോസാണ്. പിന്നെ ശിഷ്യന്മാരാണ്. അത് പിന്നെ പത്രോസിന്റെ കീഴിലുള്ള ശിഷ്യന്മാർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്ന ശ്ലൈഹിക അധികാരം. അപ്പം പൗലോസ് സ്വന്തമായിട്ട് ഒരു വിശ്വാസം സ്ഥാപിച്ചു, മതം സ്ഥാപിച്ചു എന്നാണ് ടോമിയുടെ വാദം. പക്ഷെ പൗലോസ് പറയുകയാണ്, ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇദ്ദേഹം സ്വന്തമാക്കി ഉണ്ടാക്കിയ മതമായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദന നിർബന്ധിക്കപ്പെട്ടില്ല. അതായത് പൗലോസിനോട് കൂടി ഈ ജെറുസലേമിൽ പോയ ഒരു തീത്തോസ് പിന്നെ ജൂതനല്ല, അവൻ പിന്നെ ഗ്രീക്കുകാരനാണ്. അതുകൊണ്ട് തന്നെ അവൻ പരിച്ഛേദനവും ചെയ്തിട്ടില്ല. ഇതാണ് പൗലോസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം. ഇയാൾ പരിച്ഛേദന ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അത് ശിഷ്യന്മാർ അംഗീകരിക്കുമെന്ന് നോക്കാം. ടോമി സാർ 2 മിനിറ്റ് തന്നാട്ടെ. എന്നോട് കൂടെ എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. അവിടെ ഉണ്ടായിരുന്നു കുത്തിത്തിരിപ്പുകാര്. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. അത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ ആ പരിച്ഛേദിതർക്ക് സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. ജെറുസലേമിലുള്ള സഭയുടെ അധികാരമുള്ള സഭാ അധികാരികൾ അപരിച്ഛേദർക്ക് വേണ്ടി, വിജാതിയർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട അപ്പസ്തോലനെ സഭ അംഗീകരിച്ചു എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സമാന്തരമായി സഭ സ്ഥാപിക്കുകയോ സാമ്രാജ്യം സ്ഥാപിക്കുകയോ അല്ല, നേരെ മറിച്ച് മറ്റു ശിഷ്യന്മാരോട് കൂടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഗലാത്യരുടെ എഴുതിയ ലേഖനത്തിൽ 2:7 പറയുകയും അത് പിന്നെ അവിടെയുള്ള ശിഷ്യന്മാർ മനസ്സിലാക്കിയെന്നും പറയുന്നു. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഒന്നുകൂടെ കേട്ടോളുക. പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. പത്രോസിനെ തെരഞ്ഞെടുത്ത ക്രിസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ പൗലോസിനെയും വിജാതിയരുടെ ഇടയിൽ അല്ലെങ്കിൽ നോൺ ജ്യൂസിന്റെ ഇടയിൽ പ്രവർത്തിക്കാൻ ദൈവം തെരഞ്ഞെടുത്തതെന്ന് സഭാധികാരികൾക്ക് ബോധ്യപ്പെട്ടു. നേതൃ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും, നോക്കുക, കേപ്പായ അവിടെയുണ്ട്, യാക്കോബ് അവിടെയുണ്ട്, യോഹന്നാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബർന്നബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. പാവങ്ങളെ പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. നിർഭാഗ്യവശാൽ ടോമി പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് അല്ല ഇവിടെ പൗലോസിനുള്ളത്. പൗലോസിന്റെ പ്രവൃത്തി പൂർണ്ണമായി സഭ അംഗീകരിച്ചതും ക്രിസ്തു സ്ഥാപിച്ച സഭയിലൂടെ തന്നെയാണ് അത് നടപ്പാക്കപ്പെട്ടിരിക്കുന്നതെന്നും ഈ ഭാഗത്ത് വ്യക്തം. താങ്ക് യു. ഏതോ ഒരു സിനിമയ്ക്കകത്ത് മൊയ്തീനെ ആ ചെറിയ സ്പാനർ എടുത്തതെന്ന് പറഞ്ഞു ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ പോലെയുണ്ട്. ഇത് പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി ഇവിടെ വന്നിട്ട് എല്ലാം തകർത്തങ്ങ് ശരിക്കും അങ്ങ് വാരും. എല്ലാം പറഞ്ഞ കാര്യത്തിനെല്ലാം മറുപടി പറയുന്നത്. നിങ്ങൾ എന്തുവാ പറഞ്ഞേ? അരി എത്രയാന്ന് ചോദിച്ചപ്പോൾ പുള്ളി കോഴിക്കോട് അങ്ങാടിയിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പയർ എത്രയാന്ന് പോലും അല്ല പറഞ്ഞത്. പുള്ളി കോഴിക്കോട് അങ്ങാടിയിൽ എന്തൊക്കെ സാധനം കിട്ടും പറഞ്ഞിട്ട് പുള്ളി വേറെ കാട് കയറി പോവുക. ഞാൻ ചോദിച്ച കാര്യം ഇതാണ്, ഇദ്ദേഹം ദമാസ്കസിൽ വെച്ച് ഇദ്ദേഹത്തിന് യേശുവിന്റെ ദർശനം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അനനിയാസ് എന്ന് പറയുന്ന ആളെ കുറിച്ച് വേറെ ആരും പറഞ്ഞിട്ടില്ല. അനനിയാസ് ആരാണെന്നുള്ള ഒരു അനോണിമസ് ആയിട്ടുള്ള ക്യാരക്ടറെ പൗലോസ്, ഞാൻ വെറുതെ അങ്ങനെ പറയുന്നതല്ല, ഈ അനാനിയസിനും അറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. പുള്ളി എന്തിനാണ് അവിടെ പോയി മറ്റേ അറേബ്യയിൽ പോയി താമസിച്ചത്? അതിനുശേഷം പുള്ളി ദമാസ്കസിൽ വന്നിട്ടാണ് ആദ്യം ജെറുസലേമിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം ഈ രണ്ടുപേരെ വെറും 2 ആഴ്ച കാലത്തെ പരിചയമല്ലാതെ പൗലോസിന് വേറെ ആരും പരിചയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വരുന്ന 14 വർഷക്കാലം പൗലോസ് എവിടെ എന്തെടുക്കുകയായിരുന്നു? ഇതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അതിനുശേഷം തിരിച്ച് അദ്ദേഹം ഇപ്പോഴും പുള്ളി കാര്യത്തിലേക്കൊന്നും വന്നില്ല. പുള്ളി പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾ ഈ പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് പുസ്തകത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം അതേപടി എടുത്താൽ പോരാ. അതായത് ഡിങ്കൻ ദൈവമാണെന്ന് ബാലരമൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിങ്കനാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുകയല്ല. ഇതിന്റെ കഥാപശ്ചാത്തലം കൂടെ നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ജെറുസലേമിൽ യഹൂദന്മാർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും അവിടുത്തെ ഒരു പുരോഹിതന്റെ കത്തും പിടിച്ചുകൊണ്ട് അടുത്ത രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണെന്നും, അതായത് അതാ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇവിടുത്തെ ഒരു പള്ളിയിലച്ചന്റെ എഴുത്തും പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചെന്നിട്ട് ഒരുത്തനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കേസാണോ? അതായത് അതുപോലത്തെ ഒരു മണ്ടത്തരമാണ് പറയുന്നത്. പിന്നെ ഇതൊക്കെ എഴുതി വെച്ചതാരാ? അത് പൗലോസ് തന്നെയാണ് പറയുന്നത്. എന്തിന്?
ഈ കൂട്ടത്തിൽ വന്നിരിക്കും. ഞാൻ ഇങ്ങനെ ചുമ്മാ വലിഞ്ഞു കയറി വന്നതല്ലടാ, ഞാൻ നല്ല അന്തസ്സായിട്ട് വലിഞ്ഞു കയറി വന്നതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യേശുവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായി എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പൗലോസ് ഉണ്ടാക്കിയ കഥയാണെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. എന്നിട്ട് അത് ഇദ്ദേഹത്തിന് ഇതുവരെ അത് മനസ്സിലാകുന്നില്ല. അത് എന്തിനാണ് അങ്ങനെ പറയുന്നതിന് കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളുമായിട്ട് കൊറോബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചരിത്രപരമായിട്ടുള്ള മറ്റു വസ്തുതകളുമായിട്ടും അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ടും കൊറോബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ജെറുസലേം നിങ്ങൾ പറഞ്ഞു ഗലാത്യർക്കുള്ള ലേഖനത്തിന്റെ അകത്ത് ഞാൻ പത്രോസിനെ കണ്ടു ബോധ്യപ്പെടുത്തി, അങ്ങനെ കണ്ടു പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അതിന്റെ പൊന്നി ചങ്ങാതി അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടല്ലോ, അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പത്രോസിനോട് നല്ല ആവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പത്രോസ് മറ്റേ ഈ മറ്റുള്ളവരുമായിട്ട് വിചാരിതമായിട്ട് ഭക്ഷണത്തിന് ഇരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മേലാൽ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് വന്നേക്കരുതെന്നും പറഞ്ഞു പത്രോസിനെ ഞാൻ നന്നായിട്ട് ശാസിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള കുറച്ച് ഭാഗങ്ങൾ അതും ഈ കഥപുസ്തകത്തിലെ മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ. നമ്മളൊരു കാര്യം നോക്കണമെന്നുണ്ടെങ്കിൽ കഥപുസ്തകം മാത്രം എടുത്താൽ പറ്റുകയില്ല. അതിന് പിന്നിലുള്ള ചരിത്ര വസ്തുതകളോട് നോക്കണം. അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ എവിടെയായിരുന്നു, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആരായിരുന്നു ഭരിച്ചിരുന്നത്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. എനിവേ, താങ്ക് യു. ഞാൻ ചോറുണ്ണാൻ പോവുകയാണ്, പിന്നീട് വരാം. ഓക്കെ, നിങ്ങൾക്ക് നാളെ സമയമുണ്ടോ? പുള്ളി പോയി. ഓക്കെ, ഏതായാലും ഞാനൊരു കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തേക്കാം. ഇദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞ് ഇത് സത്യമാവുന്നത് എങ്ങനെയാണ്? പൗലോസ് എന്താണ് പൗലോസ് എന്ത് ചെയ്തത്? പൗലോസ് പത്രോസുമായിട്ട് തർക്കം ഉണ്ടായിരുന്ന പൗലോസ് തന്റെ പ്രവൃത്തി അത് വ്യർത്ഥമായി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ സഭയുടെ അധികാരികളുടെ അടുത്ത് വന്ന് അത് പ്രസന്റ് ചെയ്ത് അവർക്ക് അത് ബോധ്യപ്പെട്ട് അവരുടെ അംഗീകാരം മേടിച്ചുകൊണ്ട് പോയി എന്നാണ് ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പൊട്ടം കളിക്കുകയാണ്. ഏതായാലും അയാൾക്ക് വിശന്നത് നന്നായി. കാരണം നമ്മൾ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇവിടെ ഇത് സഭാ സംവിധാനത്തിലൂടെ തന്നെയാണ് വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, കൈവെപ്പിലൂടെയും കൂദാശകളിലൂടെയും. ഇനി അടുത്ത സ്റ്റെപ്പ് ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത് ബൈബിൾ അല്ല ഇതിന്റെ കാര്യം, ഇതിന്റെ അടിസ്ഥാനം വേറെയാണെന്നായിരുന്നു ഞാൻ കാരണം ഇദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാകുന്നില്ല. ഇനി വേറെ രീതിയിലൊന്നും വളച്ചു നോക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വിശന്നു, അദ്ദേഹം പോയി. അദ്ദേഹം ഭക്ഷണം കഴിക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യട്ടെ. താങ്ക് യു. അടിപൊളിയായിരുന്നു, സെറ്റപ്പ്. ഞാൻ ആ ചപ്പാത്തി ഒന്നും പറഞ്ഞില്ല, രസമൊന്നും കാച്ചില്ലല്ലോ. കറക്റ്റ് പോയിന്റ്, വളരെ കൃത്യമായിരുന്നു പറഞ്ഞ സംഭവം.